വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുഖ്യ പ്രഭാഷണം നടത്തുക എന്ന നിയോഗം എന്നിൽ വന്നു ചേർന്നതിന് ഒരു വനിത എന്ന നിലയിൽ അങ്ങേയറ്റം ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനാചരണം. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും അതുപോലെ തന്നെ കുടുംബങ്ങളുടെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായും ഓരോ സ്ത്രീയും ആർജിച്ച വിജയത്തിൻ്റെ, കരുത്തിൻ്റെ, അവൾ നേടിയ അറിവിൻ്റെ ഒക്കെ ഭാഗമായാവാം ഒരുപക്ഷെ ഈ വനിതാ ദിനാചരണം എന്ന ഒരാശയം പോലും ഉണ്ടായത്. കടമകളുടെ 4 ചുവരുകൾക്കുള്ളിൽ, കടപ്പാടുകളുടെ ബന്ധനങ്ങളിൽ സ്വന്തം ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ചങ്ങലകൾക്കിട്ട് വെച്ചും വിളമ്പിയും വിയർപ്പൊഴുക്കിയും കണ്ണീരൊഴുക്കിയും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം തൻ്റെ ജീവനും ജീവിതവും ഹോമിച്ച് ഒരു വെറും വീട്ടമ്മ എന്ന ലേബലിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നവൾ. കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും പൊതുസമൂഹത്തിലും അവൾ നേരിടുന്ന പ്രശ്നങ്ങളെ, അസമത്വങ്ങളെ, വെല്ലുവിളികളെ, സുരക്ഷിതത്വമില്ലായ്മയെ ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ ചോദ്യം ചെയ്യാനും അവൾക്ക് അർഹതപ്പെട്ടതിനെ ചോദിച്ച് നേടിയെടുക്കാനും അവൾ ഇന്ന് പ്രാപ്തയായിരിക്കുന്നു എന്നതിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാം, സന്തോഷിക്കാം. സ്ത്രീകൾക്ക് മാന്യതയുടെ ഉന്നതമായ പദവി കൽപ്പിച്ച് നൽകിയിരുന്ന ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക സാംസ്കാരിക പാരമ്പര്യമുണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ആർഷഭാരത സംസ്കാരത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകിയിരുന്നു എന്നത് പുരാണങ്ങളിൽ പോലും വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ടോ ചില കുടില മനസ്സുകളുടെ ചൂഷണ മനോഭാവത്തിൻ്റെ ഭാഗമായി മാത്രമാവാം അവളെ തളയ്ക്കപ്പെട്ടത്. അത് പിന്നീട് പലരും പിന്തുടർന്നു പോന്നു എന്നതല്ലേ സത്യം. അത്തരം വികല മനസ്സുകൾ ഇന്നും വിരളമല്ലെന്നിരിക്കെ സ്ത്രീ എന്ന സ്വത്വബോധത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് തുല്യതയ്ക്കും സമാധാനപരമായ ജീവിതത്തിനും സുരക്ഷിതത്വത്തിനും മതനിരപേക്ഷതയ്ക്കും ഒക്കെ വേണ്ടി ഇനിയും വലിയ വലിയ പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തുല്യത എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ആണിനെ പോലെ മുടി മുറിച്ച് നടക്കാനോ അല്ലെങ്കിൽ ജീൻസും ഷർട്ടും ഇട്ട് നടക്കാനോ ഏത് വേഷവും ഏത് തരത്തിലുള്ള ലഹരിയും ഉപയോഗിച്ച് ആടി പറന്ന് നടക്കാനുമുള്ള സ്വാതന്ത്ര്യമല്ല. ആ സമത്വവും ആ തുല്യതയും അവൾക്കുണ്ടാവേണ്ടത്, പുരുഷനോളം സ്വാതന്ത്ര്യമുണ്ടാവേണ്ടത് അവൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണ്, സുരക്ഷിതത്വത്തിലാണ്, സഞ്ചാരത്തിലാണ്. അവൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനും അതേപോലെ തന്നെ സുരക്ഷിതമായി ജോലി ചെയ്യാനും ഉള്ള സാഹചര്യങ്ങൾ അനുവദിച്ചു കിട്ടുകയാണ് വേണ്ടത്. അവിടെയാണ് സമത്വം ഉണ്ടാവേണ്ടത്, അവിടെയാണ് തുല്യത ഉണ്ടാവേണ്ടത്. സ്ത്രീ അബലയോ അശക്തിയോ ഒന്നുമല്ല. അവൾ ജീവൻ നൽകുന്ന അമ്മയാണ്. അതേപോലെ ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമാണ്. സന്തോഷത്തിലും സങ്കടങ്ങളിലും ഭർത്താവിനെ താങ്ങി നിർത്തുന്ന നെടുന്തൂണാണവൾ. കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ താളം തെറ്റാതെ ക്രമീകരിക്കുന്ന, അതേപോലെ തന്നെ സാമ്പത്തികമായി എല്ലാ ഘട്ടങ്ങളിലും, അത് ഉയർന്ന ഘട്ടങ്ങളിലാവട്ടെ ഏറ്റവും താഴ്ന്ന ഘട്ടങ്ങളിലാവട്ടെ, അതിനെ വളരെ കാര്യക്ഷമതയോടെ വിനിയോഗിക്കാനും കടബാധ്യതകളിൽ നിന്ന് ഒരു കുടുംബത്തെ നല്ലവണ്ണം ആ ബാധ്യതകളില്ലാതെ ആ കുടുംബത്തെ ഭദ്രമാക്കുന്നതിനും കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീക്ക് കഴിയും. ആ നിലയിൽ അവൾ ഏറ്റവും ശക്തിയായ ഒരു ഭരണകർത്താവ് കൂടിയാണ്. അവൾ എങ്ങനെ അശക്തയാവും? അവൾ എങ്ങനെ അബലയാകും? അവൾ എന്നും പൂർണ്ണതയുള്ളവൾ തന്നെയാണ്. അവളെ നോക്കിക്കാണുന്ന സമീപനങ്ങൾക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്. മക്കൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ, അവരെ നേർവഴി നടത്താൻ ഒരു അധ്യാപകനേക്കാൾ കൂടുതൽ പങ്കുവഹിക്കുന്നവളാണ് അവൾ. സൗഹൃദങ്ങളിൽ സ്വാന്തനത്തിൻ്റെ ശക്തി പകരുന്നവളാണ് അവൾ.
അവൾ എങ്ങനെയാണ് അശക്തയാവുക? സ്വാതന്ത്ര്യത്തിൻ്റെ വിദേശീയ ചങ്ങലകളിൽ കിടന്നു പിടഞ്ഞപ്പോഴും പോരാടി സഹനശക്തിയിലൂടെ, ഇച്ഛാശക്തിയിലൂടെ നമ്മൾ മോചനം നേടാൻ അഹോരാത്രം പണിപ്പെട്ടവരാണ്. നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്തവരുമാണ്. പക്ഷേ എന്നിട്ടും ഇന്നും നമ്മുടെ ജനതയുടെ ഇടയിൽ നമുക്ക് സ്വതന്ത്രമായി സ്ത്രീകൾക്ക് സഞ്ചരിക്കുവാനോ, അതേപോലെ തന്നെ പകലെന്നോ രാത്രിയിലോ അവൾക്ക് സുരക്ഷിതമാണ്, അവൾ പൂർണ്ണമായും സുരക്ഷിതയാണ് എന്ന് പറയുവാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്നും ഉള്ളത് എന്ന വസ്തുത മറന്നുകൂടാ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂടി നമ്മൾ സമഗ്രമായി ചിന്തിക്കുകയും അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇനിയും പരിശ്രമിക്കേണ്ടിയും ഇരിക്കുന്നു. നമുക്ക് ചുറ്റും നമ്മളെ അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരുപാട് പുരുഷ സഹോദരങ്ങൾ ഉണ്ട് എന്ന വസ്തുത ഒരിക്കലും മറന്നുകൂടാ. കാരണം അവർ പലപ്പോഴും നമുക്ക് വേണ്ടി സംരക്ഷണ വലയങ്ങൾ ഒരുക്കുന്നവരാണ്. ആ സംരക്ഷണയിലാണ് ഒരുപക്ഷെ ശക്തമായി സംസാരിക്കാൻ പോലും നമ്മൾ പ്രാപ്തരാകുന്നതും. അത് ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അങ്ങേയറ്റം ആദരവോടെയും ഈ വനിതാ ദിനത്തെ നമുക്ക് അവർക്ക് വേണ്ടി കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇനിയും സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാവാൻ, സമത്വവും തുല്യതയും വേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് സ്ത്രീ എന്ന സ്വത്വബോധത്തിൽ നിന്നുകൊണ്ട് ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.